നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത്. ചോറ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ തലേത്തെ ചോറൊക്കെ ഉണ്ടെങ്കിൽ കളയണ്ട കേട്ടോ, ഇതേപോലെ ചെയ്തെടുത്താൽ മതിയാവും. അതുപോലെ തന്നെ തേങ്ങയുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. നിങ്ങളുടെ കയ്യിൽ ഏത് ടൈപ്പ് ചോറായാലും കുഴപ്പമില്ല കേട്ടോ. കുറുവരിൻ്റെ ചോറായാലും പൊന്നിയരിൻ്റെ ചോറായാലും ഒന്നും കുഴപ്പമില്ല. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവരില്ലേ, വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യണേ, ഹൈപ്പും കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ചോറ് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആൾക്കനുസരിച്ച് ചോറ് എടുക്കാം കേട്ടോ, എത്ര വേണ്ടിയെന്ന് വെച്ചാൽ. ഇതിനങ്ങനെ അളവും കാര്യങ്ങളൊന്നുമില്ല, ബാക്കിയുള്ള സാധനത്തിൻ്റെ അളവൊന്ന് കൂട്ടി കൊടുത്താൽ മതിയാവേ. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊരു 2 പിടി തേങ്ങ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ തേങ്ങയും അതുപോലെ തന്നെ ചോറും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ആക്കി എടുക്കണം. നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ മിക്സ് ആക്കി കൊടുക്കുക. ആ തേങ്ങ എല്ലാ ഭാഗത്ത് എത്തുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ, നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഇതേപോലെ ഒന്ന് കുഴച്ച് കൊടുക്കുന്നുണ്ട്. ആ ചോറിൻ്റെ ആ ഒരു നനവ് പോവണം കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നത്. നമ്മൾ ഫസ്റ്റ് തന്നെ കുറേ അങ്ങ് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നനവ് നല്ലോണം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി അരിപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കുറച്ചൊന്ന് പാകമാണ്. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. പാകത്തിലുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ചോറും അതുപോലെ തന്നെ അരിപ്പൊടിയും ഇല്ലേ, അത് ചേർത്ത് കൊടുക്കുക. ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ, ഇതിൻ്റെ പകുതി ഭാഗം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മുഴുവനായിട്ട് ഇട്ട് കൊടുത്താൽ നമുക്ക് അടിച്ചെടുക്കാൻ പാടാവും. അപ്പോൾ ഇതാ ഇതിൻ്റെ പകുതി ഭാഗം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അധികം നേരം അടിക്കാൻ പാടില്ല കേട്ടോ, ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയെന്നേ ചെയ്യാവൂ. അപ്പോൾ ഇതാ നനവ് എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇതേപോലെ കിട്ടും കേട്ടോ, നമ്മൾ പുട്ടുപൊടിയില്ലേ അത് തന്നെയാണ്. അപ്പോൾ ഇതാ അടിപൊളി പുട്ടുപൊടി നമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ചെയ്യാത്തവരുടെ ചെയ്ത് നോക്ക്, എന്തായാലും ഇഷ്ടാവും. അപ്പോൾ ചോറൊക്കെ ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതിയാവും കേട്ടോ. ഇനി ഇതാ ബാക്കിയും കൂടി എടുത്തിട്ട് ഞാൻ പൊടിച്ചെടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടിപൊളി പുട്ടുപൊടിയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് മുഴുവനും എടുത്തിട്ട് ചെയ്യുന്നില്ല, ബാക്കി അവിടെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാന്ന്. ഞാനിപ്പോൾ ഒരു കുറ്റി മാത്രമാണ് ചെയ്യുന്നുള്ളൂ. അപ്പം ബാക്കി വന്ന ചോറുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതിയാവും കേട്ടോ. അധികം അരിപ്പൊടിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. നല്ല സോഫ്റ്റ് പുട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇതേപോലെ ചെയ്യാത്തവരുണ്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറന്നു വെറുതെ ഒരു ഹാർട്ടെങ്കിലും അഭിപ്രായമായിട്ട് ഒന്ന് എഴുതി അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമുക്കിത് കുട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം പുട്ടൊക്കെ ചൂടുന്ന എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ട് ഞാൻ പ്രത്യേകമായിട്ടൊന്ന് കാണിക്കണമെന്നില്ലല്ലോ. തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം 3 കഷ്ണമാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഇതിൽ ചുട്ടെടുത്തത്. അപ്പോൾ ഇതാ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ അടിപൊളി പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങയും അതുപോലെ തന്നെ ചോറും വെച്ചിട്ട് ചെയ്തതുകൊണ്ട് തന്നെ ഇത് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചെയ്യാത്തവരുണ്ട് ചെയ്ത് നോക്ക്, എന്നിട്ട് അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പം നല്ല ചൂടാണ് കേട്ടോ, ആ ചൂടിലാണ് ഞാൻ ഈ ഒരു ഉടച്ചിട്ടത് കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ.